ഹലോ. കുറച്ച് ദിവസമായിട്ടോ ഇതുപോലൊരു ഐറ്റം ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കണത്. അപ്പോൾ എപ്പോഴും പറ്റില്ലല്ലോ. കേക്ക് ബാക്കി വരുമ്പോൾ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ കയ്യിൽ കുറച്ച് സിറപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. ബാക്കി ഉണ്ടായിരുന്നത് തന്നെയാണ്. അപ്പോൾ നല്ല തണുത്തിരിക്കുന്നതാണ്. അതിലേക്ക് നമ്മൾ കുറച്ച് ഹോർലിക്സിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ 5 രൂപയുടെ ചെറിയ പാക്കറ്റുകളില്ലേ, അതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ പകുതിയോളം ചേർത്തിട്ട് നന്നായി ഇതിനെ മിക്സാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ കയ്യിൽ കേക്ക് എന്തോരം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നനയാൻ അതിനാവശ്യത്തിനുള്ള സിറപ്പ് ഉണ്ടാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ അതിലേക്ക് എന്നിട്ട് ഹോർലിക്സിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ മിക്സാക്കി എടുക്കുക. കേക്ക് ചെയ്തിട്ടേ ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് വിപ്പിംഗ് ക്രീം ഉണ്ട് കേട്ടോ. അതാണെങ്കിൽ ഒരുപാട് എയർ ബബിൾസൊക്കെ വന്നിട്ട് ഇരിക്കുമായിരുന്നു. അതിലേക്ക് ഞാൻ കുറച്ച് പാലും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പരുവത്തിൽ ഇത്തിരി ലൂസായിട്ടുള്ള പരുവാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇതുപോലെ നമ്മുടെ ക്രീം ലൂസാക്കി എടുത്തിട്ട് ചെയ്യുകയാണെങ്കിലേ നമുക്ക് കഴിക്കണ ടൈമിൽ നമുക്ക് വായിലിട്ട് അലിഞ്ഞു പോകുന്നൊക്കെ പറയില്ലേ, അത്തരത്തിൽ കഴിക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ കയ്യിൽ ഡ്രീം കേക്കിൻ്റെ ടിന്നുള്ള കാരണം അതെടുത്തു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതില്ലാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കോപ്പയോ അല്ലെങ്കിൽ ചില്ലിൻ്റെ ബൗളോ അങ്ങനെ എന്ത് വേണമെങ്കിലും എടുത്തിട്ട് അത് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇവിടെ ഞാൻ എടുത്തിരിക്കണ്ടേ കുറച്ച് എഗ്ലെസ് കേക്ക് ചെയ്തതിൻ്റെ സ്പോഞ്ച് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ബ്ലാക്ക് ഫോറസ്റ്റ് ചെയ്തതിൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടും എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഏതൊക്കെ കേക്ക് ചെയ്തതിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലൻസ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. ഇതിൽ നിന്ന് നമുക്ക് ഓരോ പീസ് കേക്ക് എടുത്തിട്ട് ടിന്നിൻ്റെ ഉള്ളിലേക്ക് പരത്തിയിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. കേക്കിൻ്റെ പീസ് അല്ലാതെ അമർത്തിയിട്ട് മീതയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്ന കാരണം ചെറിയ ഇങ്ങനെ ഒരു ഒട്ടി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ എല്ലാതും ഞാൻ താഴത്തെ ഒറ്റ വരി നമ്മൾ വെക്കുന്നുള്ളൂ കേട്ടോ. മേലേക്ക് ലെയറാക്കിയിട്ട് വെച്ച് കൊടുക്കുന്നില്ല. ഒറ്റ ലെയറായിട്ട് എന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാലേ നമ്മൾ ആദ്യം കേക്ക് വെച്ചു, പിന്നെ ക്രീം ഇട്ടു, പിന്നെ കേക്ക് വെച്ചു, ക്രീം ഇട്ടു, അങ്ങനെ ചെയ്യണില്ല. നമ്മുടെ കയ്യിലുള്ള എല്ലാ കേക്കും താഴത്തെ ഭാഗത്ത് മാത്രം വയ്ക്കാമെന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. എല്ലാ കേക്കിൻ്റെ പീസും വെച്ച് കഴിഞ്ഞാലേ ഇപ്പോൾ കേക്കൊക്കെ കറക്റ്റ് ഇങ്ങനെ പൊന്തിയിട്ടൊക്കെ ആയിരിക്കും നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ അതിന് നമ്മൾ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് അമക്കിയതിൻ്റെ ശേഷം നമുക്ക് ഈ ഹോർലിക്സിൻ്റെ ഈ സിറപ്പ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ കേക്കിലേക്ക്. നമ്മൾ ഈ ഒഴിക്കണ സിറപ്പ് ഉണ്ടല്ലോ അത് കൂടാണ്ട് നോക്കണം കേട്ടോ. കൂടിക്കഴിഞ്ഞാലേ പിന്നെ കേക്ക് നമ്മളത് നിന്ന് എടുക്കണ സമയത്ത് കോരുന്ന ടൈമിലേ പാത്രത്തിൻ്റെ ഏറ്റവും അടിയിൽ വശത്ത് ഇതിൻ്റെ സിറപ്പ് മാത്രമായിട്ട് നിൽക്കും. അങ്ങനെ വരാതെ നോക്കാം കേട്ടോ. കേക്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും നമ്മുടെ സിറപ്പ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഒന്നും കൂടി ഇതിനെ ലെവൽ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളൊരു കേക്ക് ചെയ്തിട്ട് ബാക്കി ഉണ്ടായിരുന്നതാണ് കേട്ടോ. കുറച്ച് ബദാമും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും കുറച്ച് ചോക്കോ ചിപ്സും 2 കളറ്. അപ്പോൾ ഇതൊക്കെ ഞാനിതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചധികം തന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലതാണ് കേട്ടോ അത്. നമ്മൾ ലൂസാക്കി എടുത്തിട്ടുണ്ടായിരുന്ന വിപ്പിംഗ് ക്രീം ഞാനൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൈപ്പിംഗ് ബാഗിലാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമുക്കൊരു സ്പൂൺ വെച്ചിട്ടാക്കിയാലും മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനോട് എളുപ്പത്തിന് വേണ്ടിയിട്ട് കറക്റ്റായിട്ട് എൻ്റെ സൈഡിൽ ഭാഗത്തേക്ക് ആവാൻ വേണ്ടിയിട്ടേ ഇതുപോലെ പൈപ്പിംഗ് ബാഗിലേക്ക് നിറച്ച് കൊടുത്തിട്ട് കേക്കിൻ്റെ മുകളിലേക്ക് മൊത്തത്തിലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയൊരു സ്പൂൺ വെച്ചിട്ട് ഇതിനെ എല്ലാ വശത്തേക്കും ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. വിപ്പിംഗ് ക്രീം എത്രത്തോളം ലൂസായിട്ടിരിക്കണേന്ന് ഇപ്പോൾ നമ്മുടെ വീഡിയോയിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഈ ഒരു പരിവാണ് വേണ്ടത് കേട്ടോ. കേക്കിലേക്ക് എടുക്കുന്ന വിപ്പിംഗ് ക്രീമിൽ ഞാൻ മധുരം ചേർക്കാറില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സമയത്ത് പാല് ചേർത്തിട്ട് ലൂസാക്കി എടുക്കുന്ന സമയത്ത് മധുരം കുറച്ചും കൂടി ചേർക്കാമെന്ന് താല്പര്യമുള്ളവർക്ക് പഞ്ചസാര പൊടിച്ചത് ചേർക്കാം, അല്ലെങ്കിൽ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടിയിട്ട് ഈ ക്രീമിലേക്ക് ആക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല മധുരം കിട്ടും. പൈപ്പിംഗ് ബാഗിലെ ക്രീം കൂടാതെ കുറച്ചും കൂടി ക്രീം ഉണ്ടായിരുന്നു കേട്ടോ. അതും കൂടി നമ്മൾ ഇതിൻ്റെ മേലെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 തരത്തിലുള്ള ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഡാർക്കും കൊടുത്തിട്ടുണ്ട്, കുറച്ച് വൈറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മിൽക്ക് ചോക്ലേറ്റിൻ്റെ ഏകദേശം ആ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടിനും കൂടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഒരു 250 ml കപ്പിൽ ഒരു 3/4 ഭാഗം ചോക്ലേറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. ചോക്ലേറ്റിലേക്ക് ഞാൻ ഇത്രയ്ക്ക് തന്നെ വിപ്പിംഗ് ക്രീമും കൂടി ചേർത്തിട്ട് ഞാൻ മെൽറ്റ് ചെയ്തെടുത്ത കേട്ടോ. എന്നിട്ടാണ് ഗനാഷ് ഉണ്ടാക്കിയെടുത്തത്. ഇനി നമുക്ക് ഈ ഗനാഷിനെ നമ്മുടെ കേക്കിനെ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ടോപ്പിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. ഗനാഷ് മുഴുവനായിട്ട് ഇതിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് ഗനാഷും നമ്മുടെ ക്രീമും തമ്മിൽ ഒന്ന് മൊത്തത്തിൽ ഒന്ന് ലെവൽ ചെയ്ത് വെക്കുകയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന ഓരോ വിഭവങ്ങളും ഒരു പ്രത്യേക രുചി തന്നെയാണ് കേട്ടോ ഉണ്ടാവാറ്. നേരത്തെ പൊട്ടിച്ച ഹോർലിക്സിൻ്റെ ബാക്കിയുള്ളതുണ്ടല്ലോ ഇതിൻ്റെ ടോപ്പിൽ നമ്മളൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഹോർലിക്സ് ആയാലും ബൂസ്റ്റ് ആയാലും ഇങ്ങനെ ടോപ്പ് വശത്ത് ഇട്ട് കൊടുക്കുന്ന സമയത്തേ ഈ വിപ്പിംഗ് ക്രീമായിട്ട് അവിടെ നല്ല ഇതിൽ സെറ്റായിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ അതിനും കൂടി നല്ലതാണ് ഇങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കുന്നത്.
ഇതിന് ഞാനിനി കുറച്ച് ടൈം ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ തണുക്കാനായിട്ട്. നമ്മൾ ഈ ടിന്ന് അടയ്ക്കാൻ നോക്കുമ്പോഴുണ്ടല്ലോ ടിന്ന് തന്നെ തുറക്കാണ് കേട്ടോ. എത്ര നോക്കിയിട്ട് അടയ്ക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇതിൻ്റെ മൂടി എന്തോ കംപ്ലൈൻ്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇതിൻ്റെ ടോപ്പ് വശത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ഇതുപോലെ തന്നെ കുറച്ച് മിൽക്ക് ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഡാർക്കും വൈറ്റും കൂടി എടുത്തിട്ട് തന്നെയാണ് കേട്ടോ മെൽറ്റ് ചെയ്തിട്ടുള്ളത്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത സമയത്ത് ഇതിൻ്റെ ടോപ്പ് വശത്ത് ഹോർലിക്സ് ഇട്ട കാരണം തന്നെ ഇത്തിരി ഹാർഡായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ചോക്ലേറ്റ് അതിലേക്ക് ആക്കാനും ഇത്തിരി എളുപ്പമാണ് ഈ രീതിയിലേക്ക് ആക്കി കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ പൈപ്പിംഗ് ബാഗിൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ ഇതിൻ്റെ ടോപ്പ് വശത്ത് മൊത്തത്തിൽ ചോക്ലേറ്റ് ആക്കി കൊടുക്കുന്നുണ്ട്. ടോപ്പ് വശത്ത് ഒഴിക്കുന്ന ചോക്ലേറ്റ് ഉണ്ടല്ലോ പെട്ടെന്ന് തന്നെ സെറ്റാവേ. അപ്പോൾ അത് കാരണം തന്നെ നമ്മൾ ഇത്തിരി സ്പീഡായിട്ട് ചെയ്യണം കേട്ടോ ഇത്. ഇനി നമുക്കിത് ഇങ്ങനെ തന്നെ വെച്ചാൽ മതി എന്നുണ്ടെങ്കിൽ ഈ തരത്തിലിരിക്കാം കേട്ടോ. ഇങ്ങനെ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ചോക്ലേറ്റ് കംപ്ലീറ്റ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാലേ സ്പൂൺ വെച്ചിട്ട് ലെവൽ ചെയ്യാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല പണി കിട്ടും. അത് കാരണം തന്നെ ഞാനിതിനെ ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഈ ചോക്ലേറ്റിന് കംപ്ലീറ്റ് ഒന്ന് മെൽറ്റായി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് സെറ്റായിക്കൊള്ളൂ കേട്ടോ. ഇതുപോലെ ടാപ്പ് ചെയ്തതിന് ശേഷം എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ ക്രീം കാണുന്നുണ്ടെങ്കിൽ ആ ഭാഗത്തൊക്കെ ചോക്ലേറ്റ് ഒന്നും കൂടി ഒന്ന് പൈപ്പിംഗ് ബാഗ് കൊണ്ട് ഒന്ന് ആക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. ഈ ഒരു ഐറ്റം ഉണ്ടാക്കുന്ന സമയത്ത് മക്കൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ ടോപ്പ് വശത്ത് ചോക്ലേറ്റ് പൊട്ടിക്കാൻ കിട്ടണമെന്നാണ് കേട്ടോ. അപ്പോൾ അത് കാരണം നമ്മളിങ്ങനെ ചോക്ലേറ്റ് ആക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നല്ലത് ഗനാഷ് ആക്കിയിട്ട് ഇത്തിരി തിക്കിൽ കൊടുക്കുന്നത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കോരി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ താഴ്ത്തുന്ന വരെ കോരി എടുക്കാൻ എളുപ്പമാണ്. ഞാൻ കുറച്ച് ടൈം ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ടോപ്പ് വശം കംപ്ലീറ്റ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട നിർബന്ധമൊന്നുമില്ല കേട്ടോ. പുറത്ത് തന്നെ വെച്ചാൽ മതി. അപ്പോൾ തന്നെ സെറ്റായിട്ടുണ്ടായിരിക്കും. താഴെ വെച്ചിട്ടുള്ള കേക്ക് നല്ല തണുത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ കുറച്ച് ടൈം കൂടിയും ഫ്രിഡ്ജിലേക്ക് തന്നെ വെച്ചത്. പിന്നെ ഇതിൻ്റെ ടോപ്പ് വശത്ത് നമ്മുടെ മെയിനായിട്ടുള്ള ഐറ്റം ഹോർലിക്സ് എടുത്തിട്ട് നമ്മൾ മൊത്തത്തിൽ പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നേരിട്ടിട്ട് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ചും കൂടി വൃത്തിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് അരിപ്പയിലേക്ക് ഇട്ടിട്ട് മൊത്തത്തിൽ ആക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ കറക്റ്റായിട്ട് നല്ല ഭംഗിയിൽ തന്നെ കിട്ടും ചെയ്യും. അപ്പം നമ്മുടെ കേക്ക് ദേ കറക്റ്റായിട്ട് സെറ്റായി കിട്ടുന്നുണ്ട് കേട്ടോ ഈ ഒരു ഐറ്റം. നമ്മുടെ ഈ ഒരു ഐറ്റം റെഡിയായ സമയത്തുണ്ടല്ലോ കാണാനും നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ നല്ല സ്മെല്ലായിരുന്നു കേട്ടോ. ഹോർലിക്സ് അല്ലേ മേലിട്ട് കൊടുത്തത്. അപ്പോൾ എന്താ പറയുക നല്ലൊരു മണം. അപ്പോൾ പിന്നെ ഈ കുറച്ചും കൂടി ഡെക്കറേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നമ്മുടെ ഗോൾഡൻ്റെ പേൾസും കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ടോപ്പിൽ. ഇനിയാണ് നമ്മുടെ മെയിനായിട്ടുള്ള പരിപാടി. ഇത് പൊട്ടിച്ചിട്ട് ഇനി ഇതിനൊന്ന് ടേസ്റ്റ് നോക്കണം. അപ്പം നമ്മൾ പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഇത്തിരി ഹാർഡായ കാരണം ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് പൊട്ടിക്കാനായിട്ട് കേട്ടോ. പക്ഷെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും സംഭവം കിടു തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളത് അതിൽ നിന്നൊരു പീസ് എടുത്തിട്ട് നമ്മൾ എല്ലാവരും 3 പേരുണ്ട് കേട്ടോ. മക്കളും കൂടിയിട്ട് എൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളതേ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലൊരു ഐറ്റം അടിപൊളി ഐറ്റം തന്നെയായിരുന്നു കേട്ടോ. ഹോർലിക്സ് വെച്ചിട്ട് ഇതുപോലൊരു ഐറ്റം ചെയ്യാത്തവരാണെങ്കിൽ ഇനി ഒട്ടും സമയം കളയണ്ട കേട്ടോ. ഒരു വട്ടമെങ്കിലും ഇതൊന്ന് ചെയ്ത് നോക്ക് കേട്ടോ. അപ്പോൾ അറിയാം അതിൻ്റെ രുചി. അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ഇത്രത്തോളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ.